6 വയസ്സുകാരനായ മകനെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ വനിതയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBI പ്രത്യേക സംഘമാണ് അമ്മയെ ഇന്ത്യയിൽ വെച്ച് പിടികൂടിയത്. അമേരിക്ക പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന സ്ത്രീയാണ് പിടിയിലായത്. FBI 10 മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസ് പട്ടികയിൽപ്പെട്ട സിൻഡി റോഡ്രിഗസ് സിംഗ് ആണ് പിടിയിലായത്. 40 വയസ്സാണ് ഇവർക്കുള്ളത്. ഇന്റർപോളിന്റെയും ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെയായിരുന്നു അറസ്റ്റ്. 2022 കേസിനാസ്പദമായ ക്രൂരത അമേരിക്കയിൽ നടന്നത്. 2022 മകൻ നോയൽ റോഡ്രിഗസ് അൽവാരസിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ്. ഇന്ത്യ ഉൾപ്പെടെ 190 രാജ്യങ്ങളിൽ സിൻഡി റോഡ്രിഗസിന് വേണ്ടി FBI അന്വേഷണം നടത്തി. പട്ടികയിൽ 4-ാം സ്ഥാനത്തുള്ള സിൻഡിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് FBI $2.5 ലക്ഷം പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. ഏകദേശം 2.25 കോടി രൂപയായിരുന്നു ആ പാരിതോഷിക തുക. 2023 മാർച്ചിൽ ഭിന്നശേഷിക്കാരനായ നോയലിന്റെ ക്ഷേമമന്വേഷിച്ച ടെക്സസിലെ അധികൃതർക്ക് സിൻഡി പറഞ്ഞ കാര്യങ്ങളിൽ ദുരൂഹ തോന്നിയതാണ് കേസിന് അടിസ്ഥാനം. കുട്ടി ടെക്സാസിലില്ലെന്നും 2022 മുതൽ മെക്സിക്കോയിൽ യഥാർത്ഥ അച്ഛനൊപ്പമാണെന്നുമായിരുന്നു സിൻഡിയുടെ മറുപടി. മാത്രമല്ല, അന്വേഷണം ഭയന്ന 2 ദിവസത്തിനകം ഇന്ത്യക്കാരനായ ഭർത്താവിനൊപ്പം മറ്റ് 6 മക്കളെയും കൂട്ടി ഇവർ ഇന്ത്യയിലേക്ക് കടന്നുകളയുകയും ചെയ്തു. യാത്രാരേഖകൾ പരിശോധിച്ച അന്വേഷണ സംഘം സിൻഡിയും കുടുംബവും ഇന്ത്യയിലേക്ക് കടന്നുവെന്ന് കണ്ടെത്തി. ഒപ്പം 6 വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ മകൻ ഇവർക്കൊപ്പം ഉണ്ടായില്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചു. കുട്ടിയെ കാണാതായെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ടെക്സാസിലുടനീളം ആംബർ അലർട്ട് നൽകിയിരുന്നു. കുട്ടികളെ കാണാതാകുമ്പോൾ അമേരിക്കയിൽ പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശമാണ് ആംബർ അലർട്ട്. ബുദ്ധിപരമായ വളർച്ചയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്ന നോയലിന് ശ്വാസകോശ പ്രശ്നവും അസ്ഥിബലക്ഷയവും ഉൾപ്പെടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. നോയലിന്റെ ദേഹത്ത് പിശാചുബാധയുണ്ടെന്നും തനിക്ക് ജനിച്ച ഇരട്ടക്കുട്ടികളെ നോയൽ കൊല്ലുമെന്നും സിൻഡി ഭയപ്പെട്ടിരുന്നതായി ചില അടുപ്പക്കാർ പോലീസിനെ അറിയിച്ചിരുന്നു. ഇവർ നോയലിനെ നേരാവണ്ണം നോക്കുകയോ ഭക്ഷണമോ വെള്ളമോ കൊടുക്കുകയോ ഡയപ്പർ മാറ്റുകയോ ചെയ്തിരുന്നില്ല. നിരന്തരം ഉപദ്രവിക്കുകയും ചെയ്തു. 2023 ഒക്ടോബറിനാണ് ടെക്സാസ് കോടതി ഇവർക്കെതിരെ കുറ്റം ചുമത്തുന്നത്. 2024 ഒക്ടോബറിൽ ഇന്റർപോൾ ഇവർക്കെതിരെ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.